ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകരുടെ കണ്ണീരിനും കഷ്ടപ്പാടിനുമെല്ലാം അവസാനം കുറിക്കുവാൻ പോകുന്നു. അതായത് 2026 ജനുവരി 15 വ്യാഴാഴ്ചയാണ് മകരമാസം 1-ാം തീയതി. 29 ദിവസങ്ങളാണ് മകരമാസത്തിനാകെയുള്ളത്. ഫെബ്രുവരി 12 മകരം അവസാനിക്കും. ആദിത്യൻ മകരം രാശിയിൽ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു. മകരം 4 മകരവാവും, മകരം 5 മാഘമാസവും തുടങ്ങും. മകരം 18 പൗർണമി. മകരം 1 ചൊവ്വ ഉച്ചരാശിയായ മകരം രാശിയിൽ പ്രവേശിക്കുന്നു. എന്നാൽ ചൊവ്വയുടെ മൗഢ്യം തുടരുകയാണ്. ശുക്രൻ മകരം രാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ 3-ാം തീയതി മുതൽ മകരത്തിൽ പ്രവേശിക്കും. ഈ നക്ഷത്ര ജാതകർ ഇനി പിടിച്ചാൽ കിട്ടില്ല. ഇവരുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കുന്ന ദിവസമാണ് വന്നെത്തിയിരിക്കുന്നത്. മകരം 1 മുതൽ ഇവരുടെ സമയം തെളിയും. 2026 ജനുവരി 15-ാം തീയതിയാണ് മകരം 1. 29 ദിവസങ്ങളാണ് ഈ മകരമാസത്തിനാകെയുള്ളത്. അതായത് ഫെബ്രുവരി 12 മകരം അവസാനിക്കും. ആദിത്യൻ മകരം രാശിയിൽ ഉത്രാട, തിരുവോണം, അവിട്ടം എന്നീ ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്ന കാലമാണ്. മകരം 4 മകരവാവ് വരുന്നു. മകരം 5 മാഘമാസം തുടങ്ങുന്നു. മകരം 18 പൗർണമി. മകരം 1 ചൊവ്വ ഉച്ചരാശിയായ മകരം രാശിയിൽ പ്രവേശിക്കുന്നു. എന്നാൽ ചൊവ്വയുടെ മൗഢ്യം തുടരുകയാണ്. ശുക്രൻ മകരം രാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ 3-ാം തീയതി മുതൽ മകരത്തിൽ പ്രവേശിക്കും. ശനി മീനം രാശിയിലാണ്. 6 പൂരുരുട്ടാതിയിൽ നിന്നും ഉത്രട്ടാതിയിൽ പ്രവേശിക്കും. വ്യാഴം മിഥുനം രാശിയിൽ പുണർദത്തിൽ വക്രഗതിയിൽ തുടരുന്നു. രാഹു കുംഭം രാശിയിൽ ചതയത്തിലും കേതു ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലുമായി സഞ്ചരിക്കുന്നു. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ മകരമാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ബുധ ആദിത്യന്മാർ 10-ാം ഭാവത്തിൽ വരുന്നതിനാലും രാശിനാഥനായ ചൊവ്വയ്ക്ക് ഉച്ചസ്ഥിതി വരികയാലും കർമ്മരംഗത്ത് അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക് വളരെയധികം പരിഹാരമുണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കഴിവിനിണങ്ങിയ പുതിയ അവസരങ്ങൾ വന്നു ചേരും. അതോടൊപ്പം ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. പ്രശ്നങ്ങളിൽ നിന്നും യാതൊരു രീതിയിലും ഒളിച്ചോടേണ്ട കാലമല്ല. ഒരു പോരാളിയുടെ സമരവീര്യം കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. വ്യാപാരികൾക്ക് വിപണിയുടെ സ്പന്ദനം തിരിച്ചറിഞ്ഞ് ചടുലമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ സമാധാനം വന്നു ചേരും. നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുന്ന കാലമാണ്. ദാമ്പത്യത്തിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും ആവർത്തിക്കുവാൻ ഇടയുണ്ട്. പ്രണയാനുഭവം വന്നു ചേരുന്ന സാഹചര്യം വളരെയധികം അനുകൂലമാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ശുക്രന് മൗഢ്യം തുടരുന്നുണ്ട്. അതായത് 7.5 ശനിക്കാലമാണ് നിങ്ങൾക്ക്. എങ്കിലും സൂര്യനും ബുധനും രാഹുവും ചൊവ്വയും മറ്റും അനുകൂല അവസ്ഥയിലാകിയാൽ തടസ്സങ്ങളെ ഒരു പരിധിവരെ തുരത്തി മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. വ്യാഴം 3-ാം ഭാവത്തിൽ വക്രഗതിയിൽ തുടരുന്നതിനാൽ സഹായഹസ്തങ്ങൾ പറഞ്ഞ ആളുകൾ പിൻവലിയുവാൻ ഇടയുണ്ട്. എങ്കിലും നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ ഈ മകരമാസത്തിൽ നടന്നു കിട്ടും. തൊഴിലിടത്തിൽ സമാധാനം നിറയുന്നതാണ്. പുതിയ പ്രൊജക്റ്റുകൾക്ക് സർക്കാരിൻ്റെയോ അധികാരികളുടെയോ പിന്തുണ വന്നു ചേരും. അവഗണനകൾ പരിഗണനയായി മാറുന്നതാണ്. പ്രധാനപ്പെട്ട ദീർഘയാത്രകൾ ഉണ്ടാകും. വിദേശത്ത് പോകുവാനോ ജന്മനാട്ടിലേക്ക് വരുവാനോ ഉള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. ധനപരമായി കുറച്ചുകൂടി ശ്രദ്ധയും കരുതലും ഈ മാസം നിങ്ങൾക്ക് ആവശ്യമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഗ്രഹങ്ങളിൽ ചിലത് അനുകൂലമായും ചിലത് പ്രതികൂലമായും സഞ്ചരിക്കുന്നതിനാൽ നേട്ടങ്ങളോടൊപ്പം തന്നെ ചെറിയ തടസ്സങ്ങളും തിരിച്ചടികളും കൂടി അനുഭവത്തിൽ വരും. മേടരാശിക്കാർക്ക് ഗുണാനുപാതം കൂടി നിൽക്കുന്ന കാലമാണ്. ഇടവരാശിക്കാർക്ക് സമ്മർദ്ദങ്ങൾ കടന്നു വരാം.
ആദർശം പ്രസംഗിക്കുമെങ്കിലും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വരുന്നതിനാൽ പരിഹാസ്യം ഉണ്ടാകുന്നതാണ്. വരുമാന മാർഗങ്ങൾ മുഴുവനുമായി പൊട്ടിപ്പെടുന്ന കാലമല്ല. തൊഴിൽ രംഗത്ത് ഒത്താശ വേണ്ടത്ര കിട്ടുകയുമില്ല. വലിയ പണം മുടക്കി ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയധികം പുനരാലോചന ഈ മാസം നല്ലതാണ്. പ്രണയഭാവം പുഷ്കലമാകും. എതിർപ്പുകളെയെല്ലാം തന്നെ തള്ളിക്കളയുവാൻ കഴിയുന്നതാണ്. കുടുംബ അന്തരീക്ഷം ഇടയ്ക്കിടെ ശാന്തമാകും. വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം കരുതൽ വേണം. ആരോഗ്യപരമായുള്ള പരിശോധനകൾ നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. കഴിഞ്ഞ മാസത്തേക്കാൾ ഒട്ടാകെ ഭേദപ്പെട്ട കാലമാണ്. ശുക്രനും വ്യാഴവും അനുകൂല അവസ്ഥയിലാകിയാൽ പഠനത്തിലും കലാരംഗത്തും മികവ് കൈവരിക്കുവാൻ കഴിയുന്നതാണ്. ധനപരമായ കാര്യങ്ങളിലെ പിരിമുറുക്കത്തിന് അയവുണ്ടാകും. കർമ്മ മേഖലയിൽ വളർച്ച പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടാകില്ലെങ്കിലും തളർച്ചയ്ക്ക് യാതൊരു രീതിയിലുമുള്ള വഴിയില്ല. സംരംഭങ്ങൾ ബാലായിഷ്ടതകളെയെല്ലാം മറികടന്ന് കുതിക്കുന്നതാണ്. ദാമ്പത്യത്തിലെ തെറ്റിദ്ധാരണകൾ അകന്നു കിട്ടും. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ഭേദപ്പെട്ട സ്ഥിതി വന്നു ചേരും. ഭൂമി തർക്കത്തിനോ വസ്തു വ്യവഹാരത്തിനോ സാധ്യതയുണ്ട്. അതോടൊപ്പം നിങ്ങൾ ആത്മസംയമനം പാലിക്കണം. തൊഴിൽ തേടുന്നവർക്ക് അന്യനാട്ടിൽ അവസരങ്ങൾ കൈവരുന്നതാണ്. ഗൃഹനിർമ്മാണത്തിൽ ആശയക്കുഴപ്പം നേരിടുവാനും ഇടയുള്ള മാസമാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. ഇടവ രാശിക്കാർക്ക് ആദിത്യൻ 9-ലാണ്. മിഥുന രാശിക്കാർക്ക് 10-ലും. കാര്യാലോചനകളിൽ ശോഭിക്കുവാൻ കഴിയും. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുവാൻ തയ്യാറാകുന്നതാണ്. പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നതിൽ സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം തേടേണ്ടി വരും. വിവാദങ്ങളിൽ നിന്നും കഴിവതും പിന്മാറുക. വസ്തു വിൽപ്പനയിൽ തടസ്സങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. സാമ്പത്തികമായ ഇടപാടുകളിൽ കണക്ക് സൂക്ഷിക്കുന്നത് ഗുണകരമാകും. ആത്മവിശ്വാസം നിങ്ങളുടെ ഇടയ്ക്ക് നഷ്ടപ്പെടുവാൻ ഇടയുള്ള കാലമാണ്. കുടുംബ പ്രശ്നങ്ങളിൽ സ്വയം പരിഹരിക്കേണ്ടത് ഗുണകരമാകും. അധികാരികളിൽ നിന്നും പ്രോത്സാഹനം വന്നു ചേരും. നൃത്തം, അഭിനയം, ചിത്രകല തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം അവസരങ്ങൾ കൈവരുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ആദിത്യനും ചൊവ്വയും അഷ്ടമത്തിലും ഗുരു ജന്മരാശിയിലുമാണ്. പ്രവർത്തനങ്ങളിൽ ജാഗ്രത വേണം. ലക്ഷ്യത്തിലെത്തുവാൻ വളരെയധികം അധ്വാനം ആവശ്യമായ മാസം കൂടിയാണ്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് പിന്നീടത്തേക്ക് മാറ്റിവെക്കുകയാകും ഉചിതം. ശത്രുക്കളുടെ പ്രവർത്തനം ഫലിക്കുന്നതാണ്. പ്രതിരോധം യാതൊരു രീതിയിലും ഈ മാസം എളുപ്പമാകില്ല. ചെറിയ ആശ്വാസം, അല്പലാഭം, ലഘുവായ കാര്യസാധ്യങ്ങൾ എന്നിവയുണ്ടാകുന്നതാണ്. തടസ്സങ്ങളെ തള്ളിക്കളയുവാൻ കഴിയും. അവയുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുവാനുള്ള ഉത്സുകത ഉണ്ടാവണം. കുടുംബ ഭദ്രതയ്ക്ക് ചെറിയ നുണകൾ ആവശ്യമായി വരും. ജീവകാരുണ്യത്തിൽ താല്പര്യം വർദ്ധിക്കുന്ന മാസം കൂടിയാണ്. ആധ്യാത്മികമായ കാര്യങ്ങൾ പഠിച്ചറിയുന്നതിന് നേരം കണ്ടെത്തുവാനും ഈ മാസം സാധിക്കുന്നതാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. ഗ്രഹങ്ങളുടെ സഞ്ചാരം പൂർണ്ണമായും ഇഷ്ടഭാവങ്ങളിലൂടെയാണെന്ന് പറയുവാൻ ആകില്ല. അതിനാൽ തന്നെ ഒരു തരത്തിലുമുള്ള സാഹസ കർമ്മങ്ങൾക്കും ഈ മാസം മുതിരരുത്. പൊതുപ്രവർത്തകർ സംഘടനയോട് അകലുന്നതാണ്. വിഭാഗീയതയ്ക്ക് ശാസിക്കപ്പെടാം. വിദ്യാർത്ഥികൾക്ക് ഉത്സുകത കുറയുന്നതാണ്. ഗവേഷണത്തിൽ പഴയ ഉത്സാഹമുണ്ടായേക്കില്ല. രോഗികളായ ആളുകൾക്ക് പാരമ്പര്യ ചികിത്സയുടെ അല്പമായ ആശ്വാസം ലഭിക്കുന്നതാണ്. ദാമ്പത്യത്തിൽ അനുരഞ്ജനമില്ലാത്ത പക്ഷം സ്വരലയം കുറയുന്നതാണ്. ഗൃഹനിർമ്മാണത്തിന് പ്രാരംഭ തുക വന്നു ചേരും. നവസംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്നുമുള്ള അനുകൂലമായ സർട്ടിഫിക്കറ്റ് വന്നു ചേരുന്നതാണ്. ബന്ധുകലഹത്തിൽ മധ്യസ്ഥാനം വഹിക്കുവാൻ കഴിയും. സൗഹൃദം വളരെയധികം പുഷ്ടിപ്പെടുന്ന കാലം കൂടിയാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. 7-ാം ഭാവത്തിൽ 4 ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് സമ്മിശ്രമായ ഫലങ്ങൾക്ക് കാരണമാകും. കൂട്ടുകച്ചവടത്തിൽ പുനഃചിന്ത നടത്തേണ്ടി വരും. ചിലരെ ഒഴിവാക്കുവാനും മറ്റു ചിലരെ കൂട്ടിച്ചേർക്കുവാനും ശ്രമിക്കേണ്ടി വരുന്നതാണ്. തർക്കങ്ങൾ വഷളാകാതിരിക്കുവാൻ കരുതലുണ്ടാകണം. നാട്ടിലെ ഉത്സവങ്ങളുടെ ചുക്കാൻ പിടിക്കുവാൻ കഴിയും. ജീവിതശൈലി രോഗങ്ങളിൽ അനാസ്ഥ നന്നല്ല. കരാറുകളിൽ കുടിശ്ശിക ലഭിക്കുന്നതാണ്. വസ്ത്രാഭരണങ്ങൾ പാരിതോഷികമായി നൽകപ്പെടും. പദവികൾ പരിശ്രമം കൂടാതെ തന്നെ നിലനിർത്തുന്നതാണ്. അയൽ തർക്കങ്ങൾ കഴിവതും ഒഴിവാക്കണം. വരവ് ചിലവുകളിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നത് വളരെയധികം ഗുണകരമാകും. ഭൗതിക നേട്ടങ്ങളിൽ വളരെയധികം അഭിമാനം ഉണ്ടാവുകയും ചെയ്യുന്ന കാലമാണ്.
അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ അമിതമായ പ്രതീക്ഷകൾ യാതൊരു രീതിയിലും ഗുണകരമാകില്ല. യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെടാതിരിക്കുവാനുള്ള ശ്രദ്ധ വേണം. സ്വന്തം പരിമിതികൾ തിരിച്ചറിയുന്നത് ഗുണകരമാകും. സ്ഥാനാരോഹണം അവിസ്മരണീയമാകും. രാഷ്ട്രീയത്തിൽ പ്രതിശബ്ദങ്ങൾ ഉയരുന്നതാണ്. മേലധികാരികളുടെ രഹസ്യമായ പിന്തുണ പ്രതീക്ഷിക്കാം. വിദേശത്ത് പോകുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. ഗൃഹത്തിൻ്റെ പണി മെല്ലെയാകുന്നതിൽ വളരെയധികം ഉത്കണ്ഠയുണ്ടാകുവാനിടയുണ്ട്. വാഗ്ദാന ലംഘനങ്ങൾ വർദ്ധിക്കും. തൊഴിലിടത്തിൽ ചർച്ചയുണ്ടാവില്ല. അതുപോലെ മകൻ്റെ ആവശ്യങ്ങൾ വളരെയധികം വർദ്ധിക്കും. പ്രണയിക്കുന്ന ആളുകൾക്ക് കുടുംബത്തിൻ്റെ മാനസിക ഐക്യം വന്നു ചേരും. പഴയ കടബാധ്യതകൾ ഭാഗികമായി പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. ധനാഗമ മാർഗങ്ങൾ വിപുലീകരിക്കുവാൻ കഴിയും. സാമ്പത്തിക വിദഗ്ധരുടെ നിർദ്ദേശം ഫലപ്രദമാകുകയും ചെയ്യുന്നതാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. ആദിത്യനും ചൊവ്വയും 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിരന്തരം നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി കിട്ടുന്നതാണ്. തൊഴിലിടത്തിൽ സ്വസ്ഥതയുണ്ടാകും. സ്വന്തം ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. നേർവഴിയിൽ കാര്യങ്ങൾ വന്നെത്തും. ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവോ സ്ഥാനക്കയറ്റമോ ഉണ്ടാകും. വീട് പണിയിലെ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും മുന്നേറ്റമുണ്ടാകുന്ന കാലമാണ്. ശുക്രൻ 6-ലും രാഹു 7-ലും സ്ഥിതി ചെയ്യുന്നതിനാൽ പ്രണയബന്ധം വളരെയധികം ബാധിക്കപ്പെടും. ദാമ്പത്യത്തിലും ക്ലേശങ്ങൾക്ക് സാധ്യതയുള്ള മാസമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആദിത്യനും ഉച്ചസ്ഥനായ ചൊവ്വയും ഉപജയ സ്ഥാനങ്ങളിലാകിയാൽ നേട്ടങ്ങൾ വളരെയധികം വന്നു ചേരും. കർമ്മ മേഖലയിൽ തിളങ്ങുവാൻ സാധിക്കുന്നതാണ്. അധികാരികളുടെ ആദരം വന്നു ചേരും. തൊഴിൽ തേടുന്നവർക്കും പുതിയ ലാവണങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്കും ഉചിതമായ മേച്ചിൽപ്പുറങ്ങൾ വന്നു ചേരുന്നതാണ്. ഭൂമിയിൽ നിന്നും ആദായമുണ്ടാകും. ഗൃഹനിർമ്മാണത്തിലെ എല്ലാവിധ തടസ്സങ്ങളും അകന്നു കിട്ടുന്നതാണ്. ബുധാനുകൂല്യത്താൽ വചോവിലാസം, ബുദ്ധിവൈഭവം എന്നിവ പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. വ്യാഴ ആനുകൂല്യം ധന ഉന്നതി സമ്മാനിക്കും. സ്വന്തം താല്പര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ശുക്രൻ അനുകൂലമല്ലാത്ത ഭാവത്തിലാകിയാൽ പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. കുടുംബത്തിൽ അല്പം സ്വൈര്യം കുറയുവാനും ഇടയുണ്ട്. അടുത്തത് ഉത്തരം നക്ഷത്ര ജാതകരാണ്. ചിങ്ങരാശിക്കാർക്ക് മകരമാസത്തിൽ ഗുണഫലങ്ങൾ വർദ്ധിക്കും. മുടങ്ങിപ്പോയ കാര്യങ്ങൾ ലഘുപ്രയത്നത്തിലൂടെ നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. അതായത് സാഹചര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ മനസ്സുണ്ടാകും. സാമ്പത്തികമായി വളരെയധികം മെച്ചമുണ്ടാകുന്ന മാസമാണ്. കടബാധകൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. സംരംഭങ്ങൾ തുടങ്ങുവാൻ ലൈസൻസ് കിട്ടും. കന്നി രാശിക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിച്ചാൽ മാത്രം മതി. സന്താനങ്ങളുടെ കാര്യത്തിൽ ഉത്കണ്ഠ തുടരപ്പെടുന്നതാണ്. ആലോചനകൾ വർദ്ധിക്കും. നിങ്ങളുടെ ക്രിയാത്മകത കുറയുകയും ചെയ്യുന്നതാണ്. പൊതുവെ ഉത്തരം നാളുകാർക്ക് ഗാർഹികമായ സ്വൈര്യം ലോപിക്കാം. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റം വലിയ തോതിൽ ഗുണകരമായേക്കില്ല. ഉന്നതരുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വരുവാനും ഇടയുള്ള കാലമാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ, ചൊവ്വ, ശുക്രൻ, ബുധൻ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മനസ്സിൽ ചിന്തകളുണ്ടാകും. അവ നിർവഹണത്തിലെത്തിക്കുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും. കൃത്യനിഷ്ഠ, സമയനിഷ്ഠ ഇവ വളരെയധികം കുറഞ്ഞു വരുന്നതിനാൽ അധികാരികൾ നിങ്ങളെ ശാസിക്കുവാനിടയുണ്ട്. ഔദ്യോഗികമായി നിലവിലെ സ്ഥിതി തുടരുകയാണ്. പഴയ കടബാധ്യതകൾ തീർക്കുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും. പുതിയതായും കടം വാങ്ങാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മകൻ്റെ പഠനം, ജോലി തുടങ്ങിയവയിൽ ഉത്കണ്ഠ വർദ്ധിക്കുന്നതാണ്. കലാപരമായി വളരെയധികം മെച്ചമുണ്ടാകും. പാരിതോഷികങ്ങൾ ലഭിക്കാം. വ്യാപാരത്തിൽ വരവും ചെലവും സമമാകുന്നതാണ്. നിങ്ങൾക്കുള്ള ശത്രുക്കളെ പിന്തള്ളുവാൻ രാഹുസ്ഥിതി വളരെയധികം പ്രയോജനം ചെയ്യും. ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ചയും ഈ മാസം വേണ്ടി വരുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. സമ്മിശ്ര അനുഭവങ്ങളാകും അനുഭവത്തിൽ വരിക. വ്യക്തിബന്ധങ്ങളിൽ ശൈഥില്യം വരാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധ വേണം.
വ്യാപാരത്തിൽ വളരെയധികം മുതൽ മുടക്കുന്നത് യാതൊരു രീതിയിലും ഗുണകരമാകില്ല. അന്യദിക്കിൽ ജോലി ചെയ്യുന്നവർക്ക് ജന്മനാട്ടിലേക്കുള്ള മാറ്റം കിട്ടുവാൻ ഇനിയും കാത്തിരിപ്പ് വേണ്ടിവരും. നിക്ഷേപങ്ങൾ നടത്തുവാൻ കഴിയും. അതിൽ കൂടുതൽ കരുതൽ വേണം. ഭൂമി ഇടപാട് വൈകുന്നതിനാണ് സാധ്യത. നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങുവാനോ എന്നുള്ള ഒരു ആശങ്കയുണ്ടാകും. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് ചെലവ് വരുന്നതാണ്. തീർത്ഥാടനത്തിൽ സംതൃപ്തി തോന്നുന്നതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉയർച്ചയുണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ ഭാവി തീരുമാനം കൈക്കൊള്ളേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. അഭിനയം, സംഗീതം, ചിത്രകല ഇവയിൽ വളരെയധികം അവസരം സിദ്ധിക്കുന്നതാണ്. കരാർ പണികൾ തുടർന്നും നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. അഞ്ചിലെ ആദിത്യൻ പലതരം ആലോചനകൾ ഉണർത്തും. പഴയ കാര്യങ്ങൾ മനസ്സിലുദിക്കുന്നതാണ്. തന്മൂലം പ്രവൃത്തിയിൽ വളരെയധികം അലസരാകുവാനിടയുണ്ട്. പുതിയവ പഠിക്കുവാൻ ആഗ്രഹം വർദ്ധിക്കുന്നതാണ്. എന്നാൽ പിന്നീടാകാം എന്ന് സ്വയം നീട്ടിവെക്കേണ്ടി വരും. സ്ഥിര ജോലിക്കാർക്കൊഴികെ വരുമാനത്തിൽ ചെറിയ കുറവ് വരുവാനിടയുണ്ട്. സഹായഹസ്തങ്ങൾ കുറഞ്ഞു വരും. പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം അനർഹർക്ക് ലഭിക്കുന്നതിനാൽ ദേഷ്യവും വിരോധവും പിടിപെടുന്നതാണ്. സഹിഷ്ണുത ശീലിക്കേണ്ടതുണ്ട്. ഭൂമിയിൽ നിന്നും വരുമാനം കുറയുന്നതാണ്. സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ വിട്ടു നിൽക്കേണ്ടി വരും. ഈ മാസം വളരെയധികം നല്ല അനുഭവങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പരാജയങ്ങൾക്ക് പിന്നാലെ വിജയവും ഉണ്ടാകുവാനാണ് വളരെയധികം സാധ്യത. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. സാധാരണ കാര്യങ്ങൾ ഒന്നും തന്നെ മുടങ്ങുന്ന മാസമല്ല. തീരുമാനിച്ച പോലെ തന്നെ എല്ലാവിധ കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ്. പ്രധാന കാര്യങ്ങളിൽ ഒരു പുനരാലോചന വേണ്ടിവരും. അധികാരികൾക്ക് പ്രിയം കുറയുന്നതാണ്. സഹപ്രവർത്തകർ വേണ്ടത്ര സഹകരിക്കില്ലെന്ന് തോന്നും. വിവാദങ്ങളിൽ നിന്നും അയൽ വഴക്കുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് കരണീയം. ഗൃഹം നവീകരിക്കുന്നത് പണച്ചെലവ് വർദ്ധിപ്പിക്കുന്നതാണ്. വ്യാപാര കാര്യങ്ങൾക്ക് യാത്രയുണ്ടാകും. കലാപ്രവർത്തനത്തിന് സ്വീകാര്യത വർദ്ധിക്കുന്നതാണ്. വയോജനങ്ങൾ ആരോഗ്യപരമായി ജാഗ്രത വളരെയധികം പുലർത്തണം. പുതുതലമുറയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. പ്രണയിക്കുന്ന ആളുകൾ പിരിയാം എന്ന ധാരണയിലെത്തുവാനിടയുണ്ട്. വാഹനം ഉപയോഗിക്കുന്നവർ വളരെയധികം ജാഗ്രത പുലർത്തുക. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ആദിത്യനും ചൊവ്വയും ഉപജയ സ്ഥാനത്താകയാൽ അപജയങ്ങൾ സംഭവിക്കില്ല. ഔദ്യോഗിക ജീവിതം സംഘർഷരഹിതമാകും. നിങ്ങൾ സ്വപ്നം കണ്ട ജോലി ലഭിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ പ്രാവർത്തികമാക്കും. നിരസിച്ചവരെല്ലാം തന്നെ സ്വീകരിക്കുന്നതാണ്. ആഗ്രഹ സഫലീകരണത്തിന് കുറുക്കുവഴികൾ തേടുന്നത് അഭിനന്ദിക്കപ്പെടുന്ന കാര്യം കൂടിയാണ്. മത്സരങ്ങളിൽ നിന്നും അഭിമുഖങ്ങളിലും ശോഭിക്കുവാൻ കഴിയും. ബിസിനസ് സ്ഥാപനത്തിൻ്റെ പുതിയ ശാഖ തുടങ്ങുവാൻ കഴിയുന്നതാണ്. പഞ്ചമഭാവത്തിൽ ശനി തുടരുന്നതിനാൽ സന്താനങ്ങളുടെ പഠിപ്പ്, കൂട്ടുകെട്ട് ഇവയിൽ വളരെയധികം ശ്രദ്ധ വേണം. ദേഹക്ലേശം വർദ്ധിക്കും. അഷ്ടമ വ്യാഴം കുടുംബകാര്യങ്ങളിൽ പിണക്കത്തിന് ഇടവരുത്തുവാനിടയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അലസത വരുവാനും ഇടയുള്ള മാസമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ആദിത്യനും ചൊവ്വയും ഇഷ്ടഭാവങ്ങളിലാകിയാൽ നിങ്ങളുടെ ഇഷ്ടകാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും. കർമ്മ തടസ്സം ഒഴിയുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. എതിർപ്പുകളിൽ യാതൊരു രീതിയിലും തളരേണ്ടി വരില്ല. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കഴിവിനൊത്ത ജോലി വന്നു ചേരും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനോ വേതന വർധനവോ ഉണ്ടാകുന്നതാണ്. ഭൂമി വ്യവഹാരത്തിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം. ഗൃഹനിർമ്മാണത്തിന് വളരെയധികം വേഗതയുണ്ടാകും. സഹോദരരും ബന്ധുക്കളും അനുകൂലരാകുന്നതാണ്. വ്യാപാര തന്ത്രങ്ങൾ വിപണിയിലേക്കിട മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയം നേടിത്തരുന്നതാണ്. വിദേശത്ത് പോകുവാനുള്ള അവസരമുണ്ടാകും. സാമ്പത്തികമായി വളരെയധികം ഉയർച്ച പ്രതീക്ഷിക്കാം. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം ആഹ്ലാദമുണ്ടാകുന്ന അവസരങ്ങൾ വന്നു ചേരും. സുഖഭോഗങ്ങൾ, കലാപരമായ നേട്ടങ്ങൾ, ധന ഉന്നതി ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. രണ്ടാമിടത്ത് ഗൃഹാധിക്യം ഉള്ളതിനാൽ വാക്കുഗുണത്തിനും ദോഷത്തിനും ഇടയാക്കും. കാര്യാലോചനകളിൽ കൃത്യമായ നിലപാടുകൾ എടുക്കുവാൻ കഴിയുന്നതാണ്. സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ വിദേശത്ത് ഉപരിപഠന സാധ്യത ആരായും. ഉന്നതാധികാരികളുടെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാത്തതിൽ മുഷിച്ചിലുണ്ടാകുവാനിടയുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വായ്പ ലഭിക്കും. കലാപ്രവർത്തനത്തിന് നേരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ഗവേഷണം പുരോഗമിക്കും.
കുടുംബജീവിതത്തിൽ വളരെയധികം സംതൃപ്തി ഉണ്ടാകും. നിക്ഷേപിക്കുവാൻ കരുതിയ ധനം മറ്റു കാര്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വന്നേക്കാം. അപ്രസക്ത കാര്യങ്ങൾക്കായി ഊർജവും സമയവും ഈ മാസം നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന മാസമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. കുജനും ആദിത്യനും രണ്ടിൽ സഞ്ചരിക്കുന്നത് വാക്പാരുഷ്യത്തിന് കാരണമാകും. സുഗമമാണെന്ന് കരുതിയ കാര്യങ്ങൾ തടസ്സപ്പെടുവാനിടയുണ്ട്. കർമ്മരംഗത്ത് ശുഷ്കാന്തി കുറയും. എന്നാൽ ബുധ ശുക്രന്മാർ രണ്ടാം ഭാവത്തിലുള്ളത് നന്മകൾക്ക് വഴി തുറക്കുന്നതാണ്. പഠനം, ഗവേഷണം, കലാരംഗം എന്നിവയിൽ വളർച്ച പ്രതീക്ഷിക്കാം. തീരുമാനങ്ങൾ ചിലതും മാത്രം പ്രാവർത്തികമാക്കും. കുറച്ചു കാര്യങ്ങൾ പിന്നീടത്തേക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. പൊതുപ്രവർത്തകർക്ക് ജനങ്ങളുടെ പിന്തുണ കുറയുന്നതാണ്. അതുപോലെ സ്വന്തം ബിസിനസ്സിൽ നവീകരണ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം തുടരുന്നതാണ്. തീർത്ഥാടന യാത്രകൾക്ക് അവസരമുണ്ടാകും. ആരോഗ്യ പരിപാലനത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. ആദിത്യനും ചൊവ്വയും ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു. അതിനാൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ചെറിയ നേട്ടങ്ങൾക്ക് പോലും വളരെയധികം അധ്വാനം ആവശ്യമാണ്. ആരംഭിച്ച കാര്യങ്ങൾ ചിലപ്പോൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. സഹപ്രവർത്തകർക്കിടയിൽ അനൈക്യം ഉണ്ടാകും. കുടുംബജീവിതത്തിൽ ഗൗരവപൂർവമായ തീരുമാനമെടുക്കേണ്ടി വരും. പുതിയ ജോലി പ്രതീക്ഷിച്ച് നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് യാതൊരു രീതിയിലും ഗുണകരമാകില്ല. വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടാം. ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ക്ലേശം അനുഭവിക്കേണ്ടി വരും. കരാർ പണികളുടെ കുടിശ്ശിക തുക ലഭിക്കുന്നത് വളരെയധികം ആശ്വാസകരമാകും. പഠനകാര്യത്തിൽ അലസരാകുവാനും ഇടയുള്ള മാസമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. ജന്മരാശിയിൽ 4 ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ മനസ്സ് ശിഥിലമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രവർത്തനങ്ങളിൽ ഏകാഗ്രത കുറയുന്നതാണ്. ചില കാര്യങ്ങളിൽ പരാശ്രയത്വം വേണ്ടിവരും. ശത്രുക്കളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നതാണ്. നിഴൽ യുദ്ധം നടത്തുവാൻ ഉദ്ദേശിച്ചിറങ്ങിയ ആളുകളെയെല്ലാം നിഷ്ഫലമാക്കുവാൻ കഴിയുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ദൗത്യങ്ങൾ ദുഷ്കരമായി അനുഭവപ്പെടും. വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് കരുതിയതിലും ചെലവ് വർദ്ധിക്കുന്നതാണ്. ആഡംബരങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം. തീർത്ഥാടനങ്ങൾ, ബന്ധുജന സന്ദർശനം ഇവ മനസ്സിന് സന്തോഷം സമ്മാനിക്കും. വരുമാനം ഉയർത്തുവാൻ ശ്രമിച്ചാലും വിജയിക്കണമെന്നില്ല. അനർഹർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് മനസ്സിന് വിഷാദത്തിന് കാരണമാകും. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. മകരരാശിക്കാർക്ക് ജന്മത്തിലും കുംഭരാശിക്കാർക്ക് 12ലും ചതുർഗ്രഹ യോഗം സംഭവിക്കുകയാൽ വാക്കിലും കർമ്മത്തിലും വളരെയധികം കരുതൽ വേണം. സാങ്കേതിക പഠനത്തിനായി വീട് നിൽക്കേണ്ടി വരുന്നതാണ്. സ്വന്തമായുള്ള സംരംഭങ്ങളുടെ നടത്തിപ്പ് കുറച്ചൊക്കെ ശ്രമകരമായി തീരും. ദൂരദിക്കിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് സ്ഥലം മാറ്റുവാനുള്ള ഭാഗ്യമുണ്ടാകും. രാഷ്ട്രീയമായ കാര്യങ്ങളിൽ എതിർപ്പ് അധികമാകും. പണവരവ് കുറയുകയില്ല, എന്നാൽ ചെലവും അധികരിക്കുന്നതാണ്. ഈ മാസം സാഹസമായ കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. ഭൂമി വ്യാപാരത്തിൽ അമളി പറ്റുവാനും സാധ്യതയുള്ള മാസമാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. വ്യയഭാവത്തിലെ ഗ്രഹാധിക്യം വ്യയം അമിതമാക്കാം. വൃത്തയാത്രകൾ വേണ്ടിവരും. അധികാരികൾ അവഗണിച്ചെന്നു വരാം. ന്യായമായ ആവശ്യങ്ങൾ യാതൊരു രീതിയിലും പരിഗണിക്കുവാനിടയില്ല. കുടുംബ ബന്ധം ദൃഢമാകുവാൻ വളരെയധികം വിട്ടുവീഴ്ചകൾ ഈ മാസം ആവശ്യമാണ്. കലാകാരന്മാർക്ക് അവസരങ്ങളുണ്ടാകും. വിദേശത്ത് പഠനയാത്രകൾക്കുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. പ്രണയബന്ധം വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിക്കുവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ കണക്ക് വേണം. സഹോദരമൊത്ത് തുടങ്ങിയ ബിസിനസ്സിൽ ലാഭം കുറയുന്നതാണ്. ചെറുകിട സംരംഭങ്ങളിൽ വളരെയധികം ആദായം പ്രതീക്ഷിക്കാം. വ്യവഹാരങ്ങൾ കോടതിക്ക് പുറത്തു വെച്ച് ഒത്തുതീർക്കുന്നതാക്കും ഉചിതം. ഗൃഹനിർമ്മാണത്തിനുള്ള ആസൂത്രണം നടത്തുവാനും കഴിയുന്ന മാസമാണ്. അടുത്തത് പൂരുട്ടാതി നക്ഷത്ര ജാതകരാണ്. കഠിനപാതകളും മലകയറ്റങ്ങളും ജീവിതത്തിലുണ്ടെന്ന് മകരമാസം ഒരു തെളിവായി മാറുന്നതാണ്. വാഗ്ദാനങ്ങളെല്ലാം തന്നെ പ്രാവർത്തികമാക്കുക എന്നത് വളരെയധികം ക്ലേശകരമാകും. പ്രതീക്ഷിച്ച സഹായ ഹസ്തങ്ങൾ പിൻവലിയും. ഇഷ്ടാനിഷ്ടങ്ങൾ കുടുംബത്തിനായി മാറ്റിവെക്കേണ്ടി വരുന്ന കാലമാണ്. കാര്യാലോചനകളിൽ സംയമനം പാലിക്കുക. പൊതുകാര്യങ്ങളിൽ എതിർപ്പുകൾ വരും. ഭൂമിയിൽ നിന്നും വരുമാനം കുറയുന്നതാണ്. ചെറിയ ജോലികളിൽ മുടക്കമുണ്ടാകില്ല. ദൂരദിക്കുകളിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരുവാൻ കഴിയുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ ജോലിക്കായുള്ള ആളുകൾക്കും അഭിമുഖ പരീക്ഷകളിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഊർജമുണ്ടാകും. സുഹൃത്തുക്കളുടെ വാക്കുകൾ വിവേകപൂർവ്വം കൈക്കൊള്ളുകയാകും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉചിതമായി ഭവിക്കുക.
അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. 11ന്റെ ഗ്രഹാധിക്യം ഗുണാനുഭവങ്ങൾക്ക് കാരണമാകും. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് സ്ഥാന ഉന്നതി പ്രതീക്ഷിക്കാം. മത്സരങ്ങളിലും വ്യവഹാരത്തിലും വിജയിക്കുവാൻ കഴിയും. സ്വന്തം നിലപാടുകൾ ഒപ്പമുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ബിസിനസ് തന്ത്രങ്ങളെല്ലാം തന്നെ ഈ മാസം ഫലം കാണും. മത്സരാധിഷ്ഠിത കരാറുകൾ സ്വന്തമാക്കുവാൻ കഴിയും. ചൊവ്വ 11ൽ സഞ്ചരിക്കുന്നതിനാൽ വസ്തു വിൽപ്പന ലാഭകരമാകും. ഗൃഹനിർമ്മാണം യാതൊരു രീതിയിലും തടസ്സപ്പെടില്ല. രോഗികൾക്ക് ആശ്വാസമുണ്ടാകും. ഗവേഷണ പ്രബന്ധത്തിന് പുരസ്കാരം വന്നുചേരും. കലാകാരന്മാർക്ക് അവസരങ്ങൾ തേടി വരുന്നതാണ്. കുടുംബത്തിൻ്റെ അംഗീകാരത്തോടെ പ്രണയവിവാഹം നടക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന മാസമാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. സാഹചര്യം എല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്ന കാലഘട്ടമാണ്. അപേക്ഷകൾക്ക് സർക്കാരിൽ നിന്നുമുള്ള മറുപടി ലഭിക്കും. ചിന്തകൾ ഉപേക്ഷിക്കുവാൻ കഴിയുന്നതാണ്. പഠനകാര്യത്തിൽ വളരെയധികം പുരോഗതി ദൃശ്യമാകും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുപ്പ് സുഗമമായി മുന്നേറുവാൻ കഴിയുന്നതാണ്. സാഹിത്യം, സംഗീതം, ചിത്രകല, അഭിനയം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിയും. വസ്തുവോ സ്ഥാപനമോ വാങ്ങും. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ കഴിയുന്നതാണ്. സഹോദരങ്ങളുമായുള്ള ഒത്തുതീർപ്പ് തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നറുക്കെടുപ്പ്, ലോട്ടറി, ചിട്ടി, ലോൺ ഇവ മൂലം അപ്രതീക്ഷിത ധനാഗമം പ്രതീക്ഷിക്കാം. ദാമ്പത്യ കലഹങ്ങളിൽ അനുരഞ്ജനം ഫലവത്താകും. ഭാവി കാര്യങ്ങൾ മനസ്സിൽ കണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്ന മാസമാണ്. അതുപോലെ നവീന ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.